അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഒരു മാസം പോയതറിഞ്ഞില്ല. ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. സാധാരണ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, പക്ഷേ ഈ പ്രാവശ്യം അത്ര വിഷമമില്ല. കാരണം ഞാൻ പുതിയൊരു കൺട്രിയിലേക്കാണ് ഈ പ്രാവശ്യം പോകുന്നത്. പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. 4500 രൂപ ഫൈൻ അടിച്ചുകൊണ്ടായിരുന്നു തുടക്കം, മറ്റൊന്നും കൊണ്ടല്ല. ഞങ്ങളുടെ ലഗേജിന്റെ വെയിറ്റ് കുറച്ച് കൂടുതലായിപ്പോയി. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 7+7, അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്ക് പാക്ക് ചൂസ് ചെയ്തത്. അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ലോഞ്ചിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കാർഡ് ആക്സസ് കിട്ടി. സ്വാതിയുടെ കാർഡിന്റെ ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവർക്കൊരു വെള്ളം കൊണ്ടു കൊടുത്തു. ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാനുള്ള ഒരു ട്രിപ്പാണിത്. നാട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഒന്നിനൊരു സമയം കിട്ടിയിട്ടില്ല. അവിടെ പോയിട്ട് താമസിക്കാനുള്ള റൂം പോലും ഇപ്പോഴാണ് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് ആ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നമ്മൾ അടുത്ത കൺട്രിയിലെത്തി. ഇവിടെ നമുക്കൊരു 6 hour ലേ ഓവർ ഉണ്ട്. ഇത് മറ്റെവിടെയല്ല, മലേഷ്യയിലെ കുല്ലാലംപൂർ എയർപോർട്ടാണ്. നല്ല അടിപൊളി എയർപോർട്ടാണ്. എയർപോർട്ടിൽ എത്തിയപ്പോൾ തൊട്ട് തന്നെ വിശപ്പ് തുടങ്ങി. സ്വാതി ഇതാ എവിടുന്ന് കഴിക്കണമെന്ന് നോക്കി നടക്കുകയാണ്. അവസാനം മെക്ഡൊണാൾഡ്സിൽ തന്നെ എത്തി. സ്വാഭാവികം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സമയം പോക്കാൻ വേണ്ടി അവിടെയുള്ള കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ആളുകൾക്ക് ഇരിക്കാനുള്ള ചെയറിനേക്കാൾ കൂടുതൽ മസാജ് ചെയറുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങളും ഒരു 1.5 മണിക്കൂർ അതിലങ്ങ് സ്പെൻഡ് ആയി. വെറുതെ പൈസ കൊടുത്ത് പണി വാങ്ങിച്ചു എന്ന് പറയാലോ. ഇത്രയും നേരം അതിലിരുന്ന് മസാജ് ചെയ്തിട്ട് മേലും കയ്യോ അനക്കാൻ പറ്റുന്നില്ല. എന്തായാലും സമയം പോയി കിട്ടി. അപ്പോൾ നമ്മളെ ബോർഡിംഗ് ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങൾ ഒരു ചീസ് കേക്കും ഒരു ചിക്കൻ പോപ്കോൺ ഓർഡർ ചെയ്തു. എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ചീസ് കേക്ക് അതായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സ്ഥലം എവിടെയാണെന്നും ബാക്കി വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ.